നിങ്ങൾ എപ്പോഴെങ്കിലും ആകാശത്ത് മേഘങ്ങൾ കാണുമ്പോൾ അതിൽ ഒരു ഡ്രാഗണിന്റെ രൂപം കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ രാവിലെ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കഴിക്കാൻ എടുക്കുമ്പോൾ അതിൽ കരിഞ്ഞ ഭാഗങ്ങളിൽ ദേഷ്യം പിടിച്ച ഒരാളുടെ മുഖം ഉള്ളതായി തോന്നിയിട്ടുണ്ടോ? മുഖത്തിന്റെ രൂപം ഉള്ളതായി തോന്നിയിട്ടുണ്ടോ? ഒരു പക്ഷേ പഴയ ഒരു കാറിന്റെ ഹെഡ്ലൈറ്റും റേഡിയേറ്റർ ഗ്രില്ലും ചേരുന്ന ഭാഗങ്ങളിൽ ഒരു ദേഷ്യക്കാരന്റെ മുഖം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എങ്കിൽ മനുഷ്യ മസ്തിഷ്കത്തിന്റെ തലച്ചോറിന്റെ ഏറ്റവും കൗതുകകരമായ ഒരു സവിശേഷതയാണ് നിങ്ങൾ അനുഭവിച്ചത്. അതാണ് പാരഡോളിയ. ക്രമരഹിതമായ അല്ലെങ്കിൽ അവ്യക്തമായ വസ്തുക്കളിൽ നമുക്ക് പരിചിതമായ രൂപങ്ങൾ, പ്രത്യേകിച്ച് മുഖങ്ങൾ കണ്ടെത്താനുള്ള നമ്മളുടെ മനസ്സിന്റെ അല്ലെങ്കിൽ തലച്ചോറിന്റെ കഴിവിനെയാണ് പാരഡോളിയ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മളുടെ തലച്ചോറ് ഉണ്ടാക്കുന്ന കേവലം ഒരു കൗതുകം മാത്രമല്ല, മറിച്ച് നമ്മളുടെ വിഷ്വൽ സിസ്റ്റം, അതായത് ദൃശ്യ സംവിധാനവും നമ്മുടെ കണ്ണിൽ തെളിയുന്ന കാഴ്ചയെ എങ്ങനെയെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നു, ഗ്രഹിക്കുന്നു എന്ന ഗ്രഹണ സംവിധാനവും അല്ലെങ്കിൽ ഗ്രഹണശേഷിയും എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ആഴമേറിയ ഒരു ഉൾക്കാഴ്ചയാണ് ഇത് നൽകുന്നത്. ക്രമരഹിതമായ ഇത്തരം പ്രതലങ്ങളിൽ അല്ലെങ്കിൽ വസ്തുക്കളിൽ എന്തിനാണ് നമ്മൾ പരിചിതമായ രൂപങ്ങൾ, പ്രത്യേകിച്ച് മുഖങ്ങൾ കണ്ടെത്തുന്നത് എന്നതിന്റെ ശാസ്ത്രീയമായ വിശകലനമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. നമസ്കാരം, ചെറുതല്ല കാര്യത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാരഡോളിയ എന്താണ് എന്നതിന്റെ നിർവചനത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. പാരഡോളിയ എന്ന പദം രൂപപ്പെട്ടത് പാര അഥവാ അപ്പുറം അല്ലെങ്കിൽ അപ്പുറത്തുള്ളത് എന്നതും ഐഡലോൺ രൂപം അഥവാ ആകൃതി എന്നീ രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ്. അതിനാൽ ഇതിന്റെ അർത്ഥം രൂപത്തിന് അപ്പുറമുള്ളത് അല്ലെങ്കിൽ തെറ്റായ ഒരു രൂപം എന്നാണ്. അർദ്ധശൂന്യമായ വിവരങ്ങളിൽ നിന്ന് പാറ്റേണുകളോ ബന്ധങ്ങളോ കണ്ടെത്താനുള്ള അപ്പോഫീനിയ എന്ന പൊതുവായ മാനസികാവസ്ഥയുടെ ഒരു പ്രത്യേക വിഭാഗമാണിത്. ചൂതാട്ടക്കാർ പകിട ഉരുളുമ്പോൾ അതിന്റെ ഉരുളിൽ പ്രത്യേകതരം പാറ്റേണുകൾ കാണുന്നതോ അല്ലെങ്കിൽ ഗൂഢാലോചന സിദ്ധാന്തക്കാർ പരസ്പര ബന്ധമില്ലാത്ത സംഭവങ്ങളെ കൂട്ടിയിണക്കുന്നതോ ഇതിന് ഉദാഹരണമാണ്. ഈ അപ്പോഫീനിയ ദൃശ്യങ്ങളിലോ ശബ്ദങ്ങളിലോ പ്രയോഗിക്കുമ്പോഴാണ് പാരഡോളിയ എന്ന് വിളിക്കപ്പെടുന്നത്. നമ്മൾ സാധാരണയായി മുഖങ്ങളുമായാണ് ഇതിനെ ബന്ധപ്പെടുത്തുന്നതെങ്കിലും പാരഡോളിയ ശബ്ദത്തിലും ഉണ്ടാകാം. ഉദാഹരണത്തിന്, ചില ശബ്ദ റെക്കോർഡിങ്ങുകൾ പിന്നോട്ട് കേൾക്കുമ്പോൾ അതിൽ എന്തെങ്കിലും സന്ദേശങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് ധരിക്കുന്നത് പോലെ. എന്നാൽ മുഖങ്ങൾ കാണുന്നതാണ് ഏറ്റവും സാധാരണവും ശ്രദ്ധേയവുമായ പാരഡോളിയയുടെ രൂപം. എന്തുകൊണ്ടാണ് മുഖങ്ങൾക്ക് ഇത്ര പ്രാധാന്യം? കാരണം മനുഷ്യന്റെ സാമൂഹിക ഇടപെടലുകളിൽ മുഖങ്ങൾ അത്രമേൽ പ്രധാനമാണ്. പ്രത്യേകിച്ചും മുഖം ഒരു മനുഷ്യന്റെ വികാരം, വ്യക്തിത്വം, ഉദ്ദേശങ്ങൾ എന്നിവ വെളിപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് നമ്മുടെ പൂർവികർക്ക് ഒരു മുഖം, അതും പ്രത്യേകിച്ച് അപകട ഭീഷണിയുള്ള ഒന്നിനെ തിരിച്ചറിയാതെ പോകുന്നത് അപകടകരമാവുമായിരുന്നു. ഇത് പാരഡോളിയയുടെ പരിണാമപരമായ ഗുണങ്ങളിലേക്ക് നമ്മളെ എത്തിക്കുന്നുണ്ട്. പരിണാമത്തിന്റെ കാഴ്ചപ്പാടിൽ നോക്കിയാൽ മുഖങ്ങളെ വേഗത്തിൽ തിരിച്ചറിയാനുള്ള നമ്മുടെ കഴിവ് അതിജീവനത്തിനുള്ള ഒരു നിർണായക സംവിധാനമാണ്. മുഖങ്ങൾ തിരിച്ചറിയുന്നതിനായി നമ്മളുടെ മസ്തിഷ്കം ഒരു പ്രത്യേക വ്യവസ്ഥ തന്നെ വികസിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു സംവിധാനം അത്യന്തം സെൻസിറ്റീവ് ആയതിനാൽ തന്നെ യഥാർത്ഥത്തിൽ മുഖം ഇല്ലാത്തിടത്ത് ഉണ്ട് എന്ന് കരുതുന്ന ഫോൾസ് പോസിറ്റീവ് സംഭവിക്കാൻ സാധ്യതയുമുണ്ട്. നമ്മളുടെ പൂർവികരുടെ കാര്യം ചിന്തിച്ചു നോക്കൂ. നിഴലിൽ അല്ലെങ്കിൽ പുൽപ്പടർപ്പിൽ ഒളിച്ചിരിക്കുന്ന ഒരു വേട്ടക്കാരനെയോ അല്ലെങ്കിൽ ശത്രുവിനെയോ ഒരു മൃഗത്തെയോ പെട്ടെന്ന് കണ്ടെത്തുക എന്നത് ജീവൻ മരണ പോരാട്ടമായിരുന്നു. ഒരു കുറ്റിച്ചെടി കണ്ട് പുലിയാണെന്ന് തെറ്റിദ്ധരിക്കുകയോ അല്ലെങ്കിൽ അതിന് പിന്നിൽ ഒരു പുലിയുണ്ടെന്ന് ധരിച്ച് ഓടി രക്ഷപ്പെടുന്നത് ഒരു പുലിയെ വെറും കുറ്റിച്ചെടിയാണെന്ന് കരുതി ഇരയായി മാറുന്നതിനേക്കാൾ ബുദ്ധിപൂർവമാണ്. അപകടമില്ല എന്ന് ഉറപ്പുവരുത്തുന്നതാണ് സുരക്ഷിതം എന്ന ഈ സമീപനം നമ്മുടെ ദൃശ്യവ്യവസ്ഥയിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ ദൃശ്യപരമായ അറിവിനെ രൂപപ്പെടുത്തിയ ശക്തമായ സമ്മർദ്ദങ്ങളുടെ തെളിവാണ് ഈ പ്രതിഭാസം. അവ്യക്തമായ സാഹചര്യങ്ങളിൽ പോലും കൃത്യതയേക്കാൾ വേഗതയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് മുഖങ്ങൾ തിരിച്ചറിയാനുള്ള അതിവേഗ സംവിധാനം നമ്മളുടെ മസ്തിഷ്കം വികസിപ്പിച്ചെടുത്തു. പാരഡോളിയ അനുഭവപ്പെടുമ്പോൾ നമ്മളുടെ തലച്ചോറിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? മുഖങ്ങളെ തിരിച്ചറിയാൻ അല്ലെങ്കിൽ മുഖങ്ങളെ പ്രോസസ്സ് ചെയ്യാനായി തലച്ചോറിൽ പ്രത്യേകമായി ഡെഡിക്കേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന നാഡീപാതകളിലും അതിന്റെ ഭാഗങ്ങളിലുമാണ് ഇതിന്റെ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ടെമ്പറൽ ലോബിലെ ഫ്യൂസിഫോം ഗൈറസിൽ സ്ഥിതി ചെയ്യുന്ന ഫ്യൂസിഫോം ഫേസ് ഏരിയ, FFA. ഇത് മുഖങ്ങൾ തിരിച്ചറിയുന്നതിൽ പ്രത്യേകം വൈദഗ്ധ്യമുള്ള ഭാഗമാണ്. fMRI സ്കാനുകൾ വഴി കണ്ടെത്തിയത് നമ്മൾ യഥാർത്ഥ മുഖങ്ങൾ കാണുമ്പോഴും നിർജീവമായ വസ്തുക്കളിൽ മുഖങ്ങൾ സങ്കല്പിക്കുമ്പോഴും FFA ഒരേപോലെ ഉത്തേജിക്കപ്പെടുന്നു എന്നാണ്. ഇതിനർത്ഥം നമ്മളുടെ മസ്തിഷ്കം ഈ സാങ്കല്പിക മുഖങ്ങളെ യഥാർത്ഥ മുഖങ്ങളായി തന്നെയാണ് പരിഗണിക്കുന്നത് എന്നാണ്. മറ്റൊരു പ്രധാന ഭാഗമാണ് സുപ്പീരിയർ ടെമ്പറൽ സൾക്കസ്, STS. മുഖഭാവങ്ങൾ, കണ്ണിന്റെ നോട്ടം, ചുണ്ടുകളുടെ അനക്കം എന്നിവ വിശകലനം ചെയ്യുന്നത് ഈ ഭാഗമാണ്. നിങ്ങൾ ഒരു ഇലക്ട്രിക് സോക്കറ്റിൽ നോക്കുമ്പോൾ അവിടെ ദേഷ്യക്കാരനായ ഒരാളുടെ മുഖം കാണുന്നുവെങ്കിൽ നിങ്ങളുടെ STS ആ സോക്കറ്റിലെ സുഷിരങ്ങളെ ഒരു വികാരമായി വ്യാഖ്യാനിക്കുന്നത് കൊണ്ടാണ്. കൂടാതെ നമ്മളുടെ ഫ്രണ്ടൽ ലോബ് അഥവാ പ്രഫ്രണ്ടൽ കോർട്ടെക്സ് ഇതിന് ഒരു സന്ദർഭവും അർത്ഥവും നൽകാൻ ശ്രമിക്കുന്നു. നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചിട്ടുള്ള പാറ്റേണുകൾ ഉപയോഗിച്ച്
കാഴ്ചകളെ അർത്ഥവത്താക്കാൻ ഇത് ശ്രമിക്കുന്നു. ദൃശ്യങ്ങൾ അവ്യക്തമാകുമ്പോൾ അർത്ഥം കണ്ടെത്താനുള്ള മസ്തിഷ്കത്തിന്റെ ആഗ്രഹം വസ്തുതകളെ മറികടക്കുകയും നമ്മളെ മുഖങ്ങൾ കാണാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. ഇതൊരു സജീവമായ നിർമ്മാണ പ്രക്രിയയാണ്. നമ്മളുടെ മസ്തിഷ്കം നിരന്തരം പ്രവചനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപൂർണമായ കാര്യങ്ങളെ പൂർണ്ണമാക്കി കാണിക്കാനുള്ള നമ്മളുടെ മസ്തിഷ്കത്തിന്റെ ഒരു ശ്രമമാണ് പാരിഡോളിയ. ഇത് വെറും മസ്തിഷ്ക ഭാഗങ്ങളുടെ മാത്രം പ്രവർത്തനമല്ല. നമ്മുടെ മുൻവിധികൾ, മുൻ അനുഭവങ്ങൾ എന്നിവയെല്ലാം പാരിഡോളിയയെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. പാറ്റേണുകൾ കണ്ടെത്താനുള്ള ശക്തമായ ഒരു സഹജ വാസന നമുക്കുണ്ട്. ഇത് പലപ്പോഴും കൺഫർമേഷൻ ബയാസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അതിനെ ശരിവെക്കുന്ന രീതിയിൽ വിവരങ്ങളെ വ്യാഖ്യാനിക്കാൻ നമ്മൾ ശ്രമിക്കും. ഒരു വസ്തുവിന്മേൽ മുഖങ്ങൾക്കായി നിങ്ങൾ തിരയുകയാണെങ്കിൽ അവ കണ്ടെത്താനുള്ള സാധ്യതയും കൂടുതലാണ്. നമ്മുടെ മുൻകാല അനുഭവങ്ങളും ഇതിൽ വലിയ പങ്ക് വഹിക്കുന്നു. നമ്മൾ എത്രത്തോളം മുഖങ്ങളെ കാണുന്നുവോ അത്രത്തോളം നമ്മുടെ ഉള്ളിലെ മുഖത്തിന്റെ മാതൃക, ഫേസ് ടെംപ്ലേറ്റ് കൃത്യമായി കൊണ്ടിരിക്കുകയും ചെയ്യും. ഇത് നമ്മളെ മുഖങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുമെങ്കിലും വെറും 2 കുത്തുകളും ഒരു വരയും കണ്ടാൽ പോലും അത് മുഖമാണെന്ന് തെറ്റിദ്ധരിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്യും. കൊച്ചുകുട്ടികളുടെ കാര്യം ആലോചിച്ച് നോക്കൂ. ജനിച്ചു വീണ ഉടനെയുള്ള കുട്ടികൾ പോലും മുഖരൂപമുള്ള വസ്തുക്കളിലേക്ക് നോക്കാൻ താല്പര്യം കാണിക്കുന്നു എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ഇത് അവർ പഠിച്ചെടുക്കുന്നതല്ല, മറിച്ച് ജന്മന ഉള്ളതാണ്. അടിസ്ഥാനപരമായ ഈ വയറിംഗ് ആണ് പാരിഡോളിയയോടുള്ള നമ്മുടെ ആജീവനാന്ത താല്പര്യത്തിന് കാരണം. എല്ലാവർക്കും പാരിഡോളിയ അനുഭവങ്ങൾ ഒരുപോലെയാണോ? അതോ ചില ആളുകൾക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ തീവ്രമായി പാരിഡോളിയ അനുഭവിക്കാറുണ്ടോ? തീർച്ചയായും. ഒരാൾ എത്രത്തോളം സാങ്കല്പിക മുഖങ്ങൾ കാണുന്നു എന്നത് അവരുടെ വ്യക്തിത്വത്തെ കൂടി ആശ്രയിച്ചിരിക്കും. സർഗാത്മകതയോ പുതുമകളോ ഇഷ്ടപ്പെടുന്നവർ പാരിഡോളിയ കൂടുതൽ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം അവർ കൂടുതൽ ഭാവനാശാലികളായിരിക്കും. അതേപോലെ തന്നെ മാനസിക സമ്മർദ്ദമോ ഉത്കണ്ഠയോ ഉള്ളപ്പോഴും നമ്മളുടെ മസ്തിഷ്കം കൂടുതൽ ജാഗ്രത പാലിക്കുകയും ചുറ്റുമുള്ള വസ്തുക്കളിൽ പാറ്റേണുകൾ തിരികെയും ചെയ്യാറുണ്ട്. രസകരമായ മറ്റൊരു കാര്യം സാംസ്കാരികമായ സ്വാധീനമാണ്. അടിസ്ഥാനപരമായി മസ്തിഷ്ക പ്രവർത്തനം എല്ലാവരിലും ഒന്നാണെങ്കിലും നമ്മൾ കാണുന്ന രൂപങ്ങൾ നമ്മളുടെ സംസ്കാരത്തെ ആശ്രയിച്ചിരിക്കും. ചില സംസ്കാരങ്ങളിൽ ചില പ്രത്യേക മൃഗങ്ങൾക്കോ പുരാണ കഥാപാത്രങ്ങൾക്കോ ഉള്ള പ്രാധാന്യം അവരുടെ പാരിഡോളിയ ദൃശ്യങ്ങളിലും പ്രതിഫലിച്ചേക്കാം. അങ്ങനെയെങ്കിൽ പാരിഡോളിയ വെറും ഒരു തോന്നൽ മാത്രമാണോ? അതോ ഇതിന് എന്തെങ്കിലും ഗുണമുണ്ടോ? വാസ്തവത്തിൽ ഗുണങ്ങൾ ഉണ്ട് എന്ന് പഠനങ്ങൾ പറയുന്നു. ഒന്നാമതായി, ഇത് നമ്മുടെ ഭാവനയെയും സർഗാത്മകതയെയും ഉണർത്തുന്നു. ദൈനംദിന വസ്തുക്കളിൽ രൂപങ്ങൾ കാണുന്നത് കലാകാരന്മാർക്കും എഴുത്തുകാർക്കും പുതിയ ആശയങ്ങൾ നൽകുന്നു. കൂടാതെ ഇത് നമുക്ക് ഒരുതരം ആശ്വാസവും നൽകുന്നു. ആകാശത്ത് ഉദിച്ചു നിൽക്കുന്ന ചന്ദ്രനിൽ ഒരു മുഖം കാണുന്നത് നമുക്ക് പരിചിതമായ ഒരാൾ കൂടെയുള്ളതുപോലെ ചിലപ്പോൾ തോന്നിപ്പിച്ചേക്കാം. ചുറ്റുമുള്ള ലോകത്തെ കൂടുതൽ ജീവസുറ്റതാക്കാൻ പാരഡോളിയ ഒരു പരിധിവരെ സഹായിക്കുന്നു എന്നും പറയാം. എല്ലാത്തിലുമുപരി അതിവേഗത്തിൽ മുഖങ്ങൾ തിരിച്ചറിയാനുള്ള നമ്മുടെ കഴിവിന്റെ സമൂഹത്തിൽ മറ്റുള്ളവരുമായി ഇടപഴകാൻ ഈ കഴിവ് അത്യന്താപേക്ഷിതമാണ് താനും. പരിണാമപരമായ ഒരു സുരക്ഷാ കവചം അല്ലെങ്കിൽ സ്വയം പ്രതിരോധ സംവിധാനം വളർത്തിയെടുക്കുന്നതിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ അതിൽ തുടങ്ങി മസ്തിഷ്കത്തിന്റെ തലച്ചോറിന്റെ അത്ഭുതകരമായ പ്രവർത്തനം വരെ നീളുന്നതാണ് പാരഡോളിയ എന്ന പ്രതിഭാസം. നമ്മൾ യാഥാർത്ഥ്യമെന്ന് കരുതുന്ന പലതും നമ്മളുടെ തലച്ചോർ അല്ലെങ്കിൽ മസ്തിഷ്കം സൃഷ്ടിച്ചെടുക്കുന്ന ഒന്നാണെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കും. അപ്പൊ അടുത്ത തവണ നിങ്ങൾ മേഘത്തിലോ അല്ലെങ്കിൽ രാവിലെ കഴിക്കാനെടുക്കുന്ന ബ്രെഡ് ടോസ്റ്റിലോ ഒരു മുഖം അല്ലെങ്കിൽ പരിചിതമായ ഒരു രൂപം കാണുന്നുവെങ്കിൽ അതൊരു വെറും തോന്നലാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. അത് ദശലക്ഷക്കണക്കിന് വർഷത്തെ പരിണാമ ഫലമാണെന്നും നിങ്ങളുടെ മസ്തിഷ്കത്തിന്റെ തലച്ചോറിന്റെ അസാമാന്യമായ കഴിവാണെന്നും തിരിച്ചറിയണം. അതുകൊണ്ട് ഇത്തരം കൊച്ചു വിഭ്രാന്തികളെ നിങ്ങൾ ആസ്വദിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ തലച്ചോർ, മസ്തിഷ്കം എത്രമാത്രം ഭാവനാപൂർണമാണ്, സർഗാത്മകമാണ് എന്ന് സ്വയം അഭിമാനിക്കുക. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും കൗതുകകരമായ പാരഡോളിയ ഏതാണെന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഇത്തരം കൗതുകങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും